ആദ്യം നിയമവിദഗ്ധൻ എന്ന നിലയിൽ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, പാർലമെന്റാണ് സുപ്രീം കോടതിയേക്കാൾ മുകളിൽ നിൽക്കുന്നത്. എങ്ങനെയാണ് ഇതുപോലെ ഒരു വിധി സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാർക്കിരുന്ന് പ്രസ്താവിക്കാൻ കഴിയുന്നതെന്നാണ് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ വിധി എല്ലാ പരിധികളും ലംഘിക്കുന്നതാണ് എന്നാണ്. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കേണ്ട ഒരു വിഷയമായിരുന്നു ഇത് എന്ന അഭിപ്രായം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ താങ്കൾക്കുണ്ടോ? ഗവർണറുടെ ഇന്നത്തെ ഈ വിയോജിപ്പിനെയും വിമർശനത്തെയും നിയമവിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെ കാണും? പാർലമെന്ററി സുപ്രീമസി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഒരു കൺസെപ്റ്റാണ്. നമ്മുടെ രാജ്യത്ത് അതില്ല. ഇന്ത്യ ഒരു ഭരണഘടനാ ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യമുണ്ട്. ജനാധിപത്യം ഭരണഘടനയിലൂടെ നിർവചിച്ചിരിക്കുന്ന അധികാര പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം ഓരോ ഓർഗൻസും പ്രവർത്തിക്കാൻ. അപ്പോൾ പാർലമെന്റിന് ഏതൊക്കെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താം, സംസ്ഥാന നിയമസഭകൾക്ക് ഏതെല്ലാം വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താം എന്ന് ഭരണഘടനയിൽ വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്, 7th ഷെഡ്യൂള്. അതേപോലെ തന്നെ എക്സിക്യൂട്ടീവിന്, ഗവൺമെന്റിന് എന്തെല്ലാം അധികാരങ്ങളുണ്ട്, സെൻട്രൽ ഗവൺമെന്റിന് എന്തെല്ലാം അധികാരങ്ങളുണ്ട്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എങ്ങനെയായിരിക്കണം, ഫിനാൻഷ്യൽ റിലേഷൻസ് എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ഭരണഘടനയിൽ നിർവചിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതിനുശേഷം ഭരണഘടനയുടെ വ്യാഖ്യാനം നൽകുന്നതിന് സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും അധികാരം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഭരണഘടന സംബന്ധിച്ച തർക്കങ്ങളിൽ, വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ഭരണഘടനാ കോടതികളാണ്, ഹൈക്കോടതികളും സുപ്രീം കോടതിയുമാണ്. മൗലികാവകാശങ്ങളും ബാക്കി അവകാശങ്ങളും സ്ഥാപിച്ചു കിട്ടാൻ ഹൈക്കോടതികളിൽ പോകാം. മൗലികാവകാശങ്ങൾ സുപ്രീം കോടതിയിൽ ഡയറക്റ്റ് വരാം. അതേപോലെ തന്നെ സെന്ററും സ്റ്റേറ്റും തമ്മിൽ, അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായാൽ സുപ്രീം കോടതിയിലാണ് ആദ്യം പോകേണ്ടത്. ഏത് വിഷയം വന്നാലും സുപ്രീം കോടതി ഭരണഘടനയുടെ വെളിച്ചത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും സുപ്രീം കോടതിയിൽ ഒരു പൊളിറ്റിക്കൽ വിഷയമാണ് എന്നുള്ള രീതിയിൽ മാറി നിൽക്കേണ്ട ഒരു അയിത്തം കൽപ്പിച്ചിട്ടില്ല. കൺവെൻഷൻ ഇതുവരെയുള്ള പല വിധികളിലൂടെ സുപ്രീം കോടതി അത് വീണ്ടും ഊന്നി പറഞ്ഞിട്ടുണ്ട്. SR ബൊമ്മ കേസിലൊക്കെ ഗവർണർ സംസ്ഥാന നിയമസഭകളെ പിരിച്ചുവിടുന്നതിനെതിരെ സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട്, നിയമം എന്താണെന്ന് വ്യാഖ്യാനിച്ച് അതിലൂടെ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ അധികാരങ്ങളെ സംബന്ധിച്ച് സുപ്രീം കോടതി വിധികളുണ്ട്. ഇതെല്ലാം സുപ്രീം കോടതിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ എന്ന ചോദ്യത്തിന് ഇന്ന് പ്രസക്തിയില്ല. സുപ്രീം കോടതിക്കാണ് ഭരണഘടന വ്യാഖ്യാനിക്കാനുള്ള അധികാരമുള്ളത്. പ്രശാന്ത് പത്മനാഭൻ, അതായത് ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കാനുള്ള സമയപരിധി ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ അതിനെ ഒരു ഭരണഘടനാ ഭേദഗതിയായി കണ്ടുകൊണ്ടാണ് ഗവർണർ പറയുന്നത് ഭരണഘടനാ ഭേദഗതി വരുത്താനുള്ള അവകാശം സുപ്രീം കോടതിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ പാർലമെന്റും തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകളും ഒക്കെ പിന്നെ എന്തിനാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുകയും അതിനുശേഷം തീരുമാനങ്ങൾ വരേണ്ടതുമായ ഒരു വിഷയമായിരുന്നു ഇത്. ഒരു ഭരണഘടനാ ഭേദഗതിക്ക് തുല്യമായ ഒരു ഇടപെടലാണോ സുപ്രീം കോടതി ഈ ഉത്തരവിലൂടെ നടത്തിയിരിക്കുന്നത്? അങ്ങനെ ഗവർണർ കാണാൻ, അല്ലെങ്കിൽ അദ്ദേഹം ആ നിലയിൽ ഇതിനോട് പ്രതികരിക്കാൻ കാരണം എന്തായിരിക്കും? ഗവർണറുടെ പ്രതികരണത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് സുപ്രീം കോടതി ഭരണഘടന വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. വ്യാഖ്യാനിക്കേണ്ടത് സുപ്രീം കോടതി തന്നെയാണ്. അപ്പോഴും ഭരണഘടനയിൽ 145(3) വകുപ്പിൽ പറയുന്നത് സുപ്രീം കോടതി ഭരണഘടനയുടെ ഏതെങ്കിലും ഒരു വകുപ്പിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുമ്പോൾ മിനിമം 5 മെമ്പറുള്ള 5 ജഡ്ജസ് ഉള്ള ഒരു ബെഞ്ചാണ് അത് ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഷാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് നിർബന്ധമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിവിഷൻ ബെഞ്ച്, പല കാര്യങ്ങളും ചിലപ്പോൾ ഡിവിഷൻ ബെഞ്ച് തീരുമാനിക്കാറുണ്ട്, അതായത് 2 അംഗ ബെഞ്ച് അല്ലെങ്കിൽ 3 അംഗ ബെഞ്ച്, അതൊക്കെ നേരത്തെ ഉള്ള വിധികൾ വീണ്ടും ഊന്നി പറയാനാണെങ്കിൽ അത് മതി, ചെറിയ അംഗബലമുള്ള ബെഞ്ച് മതി. ഷംഷേർ സിംഗ് കേസ് മുതൽ അതിൽ 7 അംഗ ബെഞ്ചാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനയുടെ വ്യാഖ്യാനത്തിലൂടെ ഗവർണറുടെ അധികാര പരിധിയൊക്കെ നിശ്ചയിച്ചുകൊണ്ടുള്ള വളരെ പഴയ ജഡ്ജ്മെന്റ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഈ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ സമയപരിധി നിർണയിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 200 ഇല്ലാത്ത ഒരു കാര്യം പറയുകയാണ്. 1 മാസത്തിനകത്ത് മന്ത്രിസഭയുടെ അനുമതിയോടുകൂടിയാണ്, മന്ത്രിസഭ പറഞ്ഞിട്ടാണ് തിരിച്ചയക്കുന്നതെങ്കിൽ 1 മാസത്തിനകത്ത്, അതല്ല മന്ത്രിസഭയോട് വിയോജിച്ചുകൊണ്ട് ഗവർണർക്ക് ഈ ബില്ല് തിരിച്ചയക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ 3 മാസത്തിനകത്ത് ചെയ്യണം എന്ന് സുപ്രീം കോടതി വ്യാഖ്യാനത്തിലൂടെ അർത്ഥം കൊടുത്തിരിക്കുകയാണ്. അതായത് പെട്ടെന്ന് ചെയ്യണമെന്ന് ഭരണഘടന പറയുന്നിടത്ത് ആ 3 മാസം എന്നുള്ളത് സുപ്രീം കോടതി പുതുതായിട്ട് പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആർട്ടിക്കിൾ 145 സബ് ക്ലോസ് 3 പറയുന്നത് പോലെ 5 അംഗ ബെഞ്ച് ആയിരുന്നു ഇത് പറയേണ്ടിയിരുന്നത്. അത്രത്തോളം ഗവർണർ പറഞ്ഞത് ശരിയാണ്. ഇനി 5 അംഗ ബെഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമമാണ്, ആ നിയമം ബാധകമാണ്. ഇപ്പോഴും ഈ ഡിവിഷൻ ബെഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്, 2 അംഗ ബെഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്
കേരള ഗവർണർ നേരത്തെ അയച്ച ബില്ലുകളുടെ കാര്യത്തില് തമിഴ്നാടിന്റെ വിധി നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല എന്നാണ് തോന്നുന്നത്. കാരണം തമിഴ്നാട്ടിലെ ഗവർണർ ചെയ്തത് 2 പ്രാവശ്യം നിയമസഭയ്ക്ക് 1 പ്രാവശ്യം അയച്ചു. നിയമസഭയിൽ നിന്ന് തിരിച്ച് ആ ബില്ല് വന്നപ്പോൾ ആ സന്ദർഭത്തിലാണ് അദ്ദേഹം പ്രസിഡന്റിന് അയച്ചത്. നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് ബില്ലുകൾ 7 മാസം മുതൽ 23 മാസം വരെ പിടിച്ചു വെച്ചു. അതിനുശേഷം രാഷ്ട്രപതിക്ക് ഡയറക്റ്റ് അയക്കുകയായിരുന്നു. അതിൽ രാഷ്ട്രപതി 2 ബില്ലുകൾക്ക് അനുമതി നിഷേധിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. രാഷ്ട്രപതി അനുമതി നിഷേധിച്ച ഒരു സന്ദർഭത്തില് തമിഴ്നാട് കേസില് സുപ്രീം കോടതി പറഞ്ഞ ആ വിധി കൊണ്ട് മാത്രം കേരളത്തിലെ സ്ഥിതി നേരിടാൻ കഴിയുകയില്ല. അതുകൊണ്ട് സുപ്രീം കോടതി തീർച്ചയായിട്ടും വേറൊരു ബെഞ്ച് ഇത് കേൾക്കേണ്ടി വരും. ആ സ്റ്റേജില് ഒരു വാദം വരാം, സെൻട്രൽ ഗവൺമെന്റിന്റെ അറ്റോർണി ജനറലിന്റെ ഭാഗത്തു നിന്ന് ഒരു വാദം വരാം, 5 അംഗ ബെഞ്ചാണ് ഇത് കേൾക്കേണ്ടതെന്ന്. അങ്ങനെ ഒരു വാദം വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു 5 അംഗ ബെഞ്ച് രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. രാഷ്ട്രപതിക്ക് അയക്കുന്ന ബില്ലുകള് കേന്ദ്ര മന്ത്രിസഭ രണ്ടാമത് അയക്കുകയാണെങ്കിൽ രാഷ്ട്രപതി ഒപ്പിടാൻ ബാധ്യസ്ഥയാണ്. പക്ഷെ സംസ്ഥാന നിയമസഭ ഒരു ബില്ല് പാസ്സാക്കി അയക്കുന്നു, രാഷ്ട്രപതി തിരിച്ചയക്കുന്നു. സംസ്ഥാന നിയമസഭ അത് വീണ്ടും അയക്കുകയാണെങ്കിൽ രാഷ്ട്രപതി അത് ഒപ്പിടാൻ ബാധ്യതയില്ല. കാരണം ഒരു ഉദാഹരണം പറയാം, ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ ആണ്. കേരളത്തിലെ എല്ലാ പാർട്ടികളും കൂടെ എഗ്രി ചെയ്ത് മുല്ലപ്പെരിയാറിലെ ഇനി തമിഴ്നാടിന് യാതൊരു അവകാശവും ഇല്ലെന്നൊരു ബില്ല് പാസ്സാക്കി എന്ന് കരുതുക. 2 പ്രാവശ്യം പാസ്സാക്കി. രാഷ്ട്രപതി അതിൽ ഒപ്പിടാൻ യാതൊരു ബാധ്യതയും ഇല്ല. കാരണം ഫെഡറൽ തത്വങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതയുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന് എല്ലാ സംസ്ഥാനങ്ങളുടെയും അവകാശങ്ങൾ കാത്തുരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. കർണാടക ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കിയാണ്, കാവേരി നദീജലം ഇനി ഞങ്ങൾ ഷെയർ ചെയ്യുന്നില്ല, തമിഴ്നാടിന് കൊടുക്കുന്നില്ല എന്നൊരു നിയമം പാസ്സാക്കിയാണ്. 2 പ്രാവശ്യം പാസ്സാക്കിയാൽ അത് രാഷ്ട്രപതി ഒപ്പിടാൻ ബാധ്യതയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏരിയയിൽ അത് 2 പ്രാവശ്യം അയച്ചതുകൊണ്ട് നിയമമായി, രാഷ്ട്രപതി ഒപ്പിട്ടില്ലെങ്കിൽ നിയമമായി എന്നൊന്നും സുപ്രീം കോടതിക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും അതൊരു ഭരണഘടനാ ബെഞ്ച്, 5 അംഗ ബെഞ്ച് ഇരുന്ന് കേൾക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഈ ഒരു ഉദാഹരണം പറഞ്ഞതോടുകൂടി എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമായിട്ടുണ്ട് മനസ്സിലാക്കാൻ എന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സുപ്രീം കോടതി ഈ നടത്തിയിരിക്കുന്ന ഇടപെടലും സുപ്രീം കോടതിയുടെ ഉത്തരവായി വന്നിരിക്കുന്നതും എല്ലാ ഗവർണർമാർക്കും പൊതുവായി ബാധകമാകുന്ന രാജ്യത്തെ നിയമമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അനന്തമായി ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കാതെ മാറ്റിവെക്കാൻ കഴിയില്ല എന്നത് കേരളത്തിന്റെ കേസിലും ബാധകമല്ലേ? അപ്പോൾ അവിടെ മാത്രം ഇത് ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടേണ്ടി വരുന്ന ഒരു സവിശേഷ സാഹചര്യമുണ്ടോ? ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ശരിയാണ്, നമ്മുടെ ഗവർണർ നിയമസഭയിലേക്ക് തിരിച്ചയച്ചിട്ടില്ല, പകരം അദ്ദേഹം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുകയാണ്. പക്ഷെ അവിടെയും രാഷ്ട്രപതിക്ക് തീരുമാനമെടുക്കാനുള്ള സമയക്രമവും സുപ്രീം കോടതി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ തമിഴ്നാടിനേതിന് സമാനമായ അല്ലെങ്കിൽ ആ വിധി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കേരളത്തിനുമില്ലേ? എല്ലാ സംസ്ഥാനങ്ങളിലും ആ സ്ഥിതിയുണ്ട്. ഒരു സമയബന്ധിതമായിട്ട് ഗവർണർ തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ രാഷ്ട്രപതിയും ഒരു സമയബന്ധിതമായിട്ട് തീരുമാനമെടുക്കണം എന്ന് പറയുന്നിടത്തോളം സുപ്രീം കോടതി വിധി സ്വാഗതാർഹമാണ്. പക്ഷേ നമ്മൾ ഭരണഘടനയുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഒരു നിബന്ധന സുപ്രീം കോടതി പാലിക്കാൻ ബാധ്യതയില്ലേ? സുപ്രീം കോടതിക്ക് ബാധ്യതയുണ്ട്. സുപ്രീം കോടതി ബാക്കി എല്ലാ സ്ഥാപനങ്ങളോടും പറയുകയാണ് ഭരണഘടനയിലെ നിബന്ധനകൾ അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ പുതുതായിട്ടൊരു സമയപരിധി നിർണ്ണയിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വ്യാഖ്യാനമാണ്. ആ വ്യാഖ്യാനത്തിലൂടെ പറയാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അത് മിനിമം 5 അംഗ ബെഞ്ച് പറയണം എന്ന് മാത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. 5 അംഗ ബെഞ്ച് ഒരുപക്ഷെ 1 മാസത്തിനകത്ത് തീരുമാനിക്കണം, 3 മാസത്തിനകത്ത് തീരുമാനിക്കണമെന്ന് ഈ 2 അംഗ ബെഞ്ച് പറഞ്ഞത് ശരിവെക്കാമായിരിക്കും. പക്ഷെ അവിടെയും അതിന് സാധുത വരണമെങ്കിൽ 145(3) അനുസരിച്ച് പുതിയൊരു കാര്യം പറയുന്നു. അപ്പോൾ 5 അംഗ ബെഞ്ച് തന്നെ വേണം. ആ വാദം ഗവർണറെ അത്രത്തോളം ശരിയാണ്. ബാക്കി കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് ഒരു സമയപരിധിക്കുള്ളിൽ വേണം എന്ന് പറയുന്നത് ഒരിക്കലും ഭരണഘടന അമെൻമെന്റ് ആകുന്നില്ല. കാരണം ഭരണഘടനയുടെ വ്യാഖ്യാനം എല്ലാ കാര്യങ്ങളും എല്ലാ സന്ദർഭങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നത് സാധ്യമല്ല. ഭരണഘടന വർക്ക് ചെയ്യുമ്പോൾ വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാന്ദർഭികമായിട്ട് അത് വ്യക്തത വരുത്തേണ്ടത് നിർവചനത്തിലൂടെ, വ്യാഖ്യാനത്തിലൂടെ ഭരണഘടനാ കോടതികളാണ്. സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് അതാണ്. ആകെ ഒരു പ്രശ്നം വന്നത് ഇതിൽ 5 അംഗ ബെഞ്ച് ആയിരുന്നില്ല, 2 അംഗ ബെഞ്ച് ഇതിന് ഈ ഒരു സമയപരിധി നിർണ്ണയിച്ചത് ആദ്യമായിട്ട് ചെയ്യുകയാണ്. നേരത്തെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഒന്നും ചെയ്യാത്തൊരു കാര്യം. അവർ തീർച്ചയായിട്ടും ഒരു 5 അംഗ ബെഞ്ചിന് 5 അയക്കേണ്ടതായിരുന്നു. ആ ഒരു കാര്യം മാത്രം ശരിയാണ്.